എല്ലാവർക്കും PSC ബയോളജി വിത്ത് രേഷ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ക്ഷയരോഗത്തിനെ പറ്റിയിട്ടാണ്. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നതാണ്. ക്ഷയരോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. ചില ആളുകളിൽ അത് വൃക്കയിലും അസ്ഥിക്കും തലച്ചോറിലും ബാധിക്കാറുണ്ട്. ക്ഷയരോഗബാധ തടയാൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് ബാസിലസ് കാൾമെറ്റ് ഗ്വാറിൻ. വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് കാൾമെറ്റ്, കാമില്ലെ ഗോറിൻ എന്നിവരാണ്. ഇവരുടെ പേര് വെച്ചിട്ടാണ് BCG എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. ക്ഷയത്തിനെതിരെയുള്ള ചികിത്സയാണ് ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് അല്ലെങ്കിൽ DOTS. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 ആണ്. മലമ്പനി. മലമ്പനിയുടെ വാഹകർ ആനോഫിലിസ് പെൺകൊതുകുകളാണ്. ആനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നതെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്ലാസ്മോഡിയം ആണ്. ബാക്ടീരിയോ വൈറസോ ഫഞ്ചൈയോ അല്ല, പ്ലാസ്മോഡിയമാണ്. ചതുപ്പിലെ മലിനവായു എന്ന വാക്കിൽ നിന്ന് പേരു ലഭിച്ച രോഗമാണ് മലമ്പനി. മലമ്പനി രോഗനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന കീടനാശിനിയായിരുന്നു DDT, ഡൈക്ലോറോ ഡൈഫിനിൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. DDTയുടെ കീടനാശിനി സ്വഭാവം തിരിച്ചറിഞ്ഞത് പോൾ ഹെർമൻ മുള്ളർ എന്ന ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും മാരകമായ മലമ്പനി ഉണ്ടാക്കുന്ന രോഗാണു പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. മലമ്പനിക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ക്ലോറോക്വിനും ക്യുനൈനും.